ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് എൻ്റെ 5 മണി തൊട്ടുള്ള പഠന രീതിയാണ് ഞാൻ കാണിക്കുന്നത്. ഇന്ന് രാവിലെ തന്നെ 5 മണിക്ക് എഴുന്നേൽക്കാൻ പറ്റി. എനിക്കെപ്പോഴും പറ്റാറില്ല. എന്തോ ഇന്ന് കുറേ ദിവസങ്ങളായി വിചാരിക്കുന്നു രാവിലെ എഴുന്നേറ്റ് പഠിക്കണമെന്ന്. പക്ഷേ ഇന്ന് എനിക്ക് പറ്റി. അപ്പം ഇന്ന് രാവിലെ 5 മണിക്ക് എഴുന്നേറ്റു, ഒന്ന് പ്രാർത്ഥിച്ചു. അതിനുശേഷം ഒന്ന് ഫ്രഷായിട്ട് ഒരു ചായയൊക്കെ ഇട്ടിട്ടാണ് ഞാൻ പഠിക്കാൻ ഇരുന്നത്. ഉറക്കപ്പിച്ചയൊക്കെ മാറാൻ ഒരു ചായ ഇട്ട് കുടിക്കുന്നത് നല്ലതാണല്ലോ. അങ്ങനെ ചായയൊക്കെ ഇട്ട് കുടിച്ചിട്ടാണ് പഠിക്കാനിരുന്നത്. മോർണിംഗ് വൈബ് എന്ന് പറയുന്നത് നല്ലതുണ്ട്. നല്ലൊരു എനർജി കിട്ടുന്ന ഒരു ടൈമാണ് ഈ അതിരാവിലെ എന്ന് പറയുന്നത്. പഠിക്കാനും മറ്റ് വർക്ക് എന്തെങ്കിലും ചെയ്യാനും ഒക്കെ ആണെങ്കിൽ പോലും ഈ രാവിലെ ഇത്രയും നേരത്തെ എണീക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നല്ല കാര്യമാണ്. പിന്നെ ഒരു എനർജി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഞാൻ രാവിലെ ലളിത സഹസ്രനാമം കേൾക്കാറുണ്ട്. അപ്പം അധികവും കുറച്ച് ലേറ്റായിട്ടാണ് കേൾക്കാറുള്ളത്. പക്ഷേ ഇന്ന് രാവിലെ എഴുന്നേറ്റതുകൊണ്ട് രാവിലെ പറ്റുന്ന ദിവസം രാവിലെ എഴുന്നേൽക്കാൻ പറ്റുന്ന ദിവസമൊക്കെ ഞാൻ രാവിലെ തന്നെയാണ് അതിരാവിലെ തന്നെയാണ് സഹസ്രനാമം കേൾക്കാറുള്ളത്. അത് നല്ലൊരു എനർജിയാണിത് കേൾക്കുന്നത് എന്നെ സംബന്ധിച്ച്. കുറച്ച് സമയം അത് കേൾക്കും. കേട്ടതിന് ശേഷമാണ് ഞാൻ ഇന്ന് പഠിക്കാനിരുന്നത്. എനിക്ക് റിവിഷനാണ് ഏറ്റവും പ്രധാനമായിട്ട്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, റിവിഷനാണ് ഞാൻ ഏറ്റവും കൂടുതൽ നോക്കുന്നത്. അപ്പം പഠിച്ചത് വീണ്ടും വീണ്ടും പഠിച്ചെടുക്കാനാണ് ആദ്യം ഒന്ന് ശ്രമിക്കുക. ജിയോഗ്രഫിയുടെ PVQ PDF കിട്ടിയിരുന്നു. അപ്പോൾ അത് ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത് കുറച്ച് നോക്കി. അതൊന്ന് അറിയാത്തതൊക്കെ കുറച്ച് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ പിന്നെ റാങ്ക് ഫയലാണ് നോക്കിയത്. റാങ്ക് ഫയലിൽ ചട്ടമ്പി സ്വാമികളൊക്കെയാണ് ഇന്ന് നോക്കിയിട്ടുണ്ടായിരുന്നത്. പുറത്തേക്ക് നോക്കുമ്പോൾ ആ ഒരു സമയത്ത് നല്ല ഇരുട്ടുണ്ടായിരുന്നു. ഒരു 5:30 ആ ഒരു ടൈമിലൊക്കെ അത്യാവശ്യം നല്ലൊരു ഇരുട്ടുള്ള ഒരു കാമായിട്ടുള്ള ഒരു സമയമായിരുന്നു. പഠിക്കാൻ രാവിലെ എഴുന്നേൽക്കാൻ പറ്റുന്നവർക്ക് അതിരാവിലെ തന്നെ എഴുന്നേറ്റിരുന്ന് പഠിക്കാൻ ശ്രമിക്കുക. പഠിക്കാനുള്ള ഏറ്റവും നല്ലൊരു ടൈം കൂടിയാണ് ഈ രാവിലെയുള്ള പഠനം. ആ ടൈമിൽ നമുക്ക് മനസ്സിൽ വേറെ ഒന്നും ചിന്തകൾ ഉണ്ടാവില്ല. നല്ലൊരു പഠിക്കാനുള്ള നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അത് നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നൊരു സമയമാണ്. പഠിക്കാനിരിക്കുന്ന കുട്ടികൾക്ക് പഠിക്കാനും നല്ല രീതിയിൽ പഠിച്ചെടുക്കാനും ഓർമ്മശക്തി നല്ല രീതിയിൽ തലയിൽ നിൽക്കാനും ഒക്കെ നല്ലൊരു ടൈമാണ് ഈ രാവിലെ എന്ന് പറയുന്നത്. പഠനത്തിന് ശേഷം ഞാൻ കുറച്ച് പുറത്തേക്കിറങ്ങി പച്ചക്കറി തോട്ടത്തിലൊക്കെ ഒന്ന് ചുറ്റി നടന്നിട്ട് വന്നു. അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ചു. വെള്ളരിയൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ ചോളത്തിൻ്റെ ഉണ്ടായിരുന്നു. കുറേ ചോളത്തിൻ്റെ നട്ടിരുന്നു. പക്ഷേ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ഫസ്റ്റ് ചോളത്തിൻ്റെ തൈ വരുമ്പം തന്നെ മുയലാമറ്റോ തോന്നുന്നു കടിച്ച് തിന്നിട്ട് പോയത് കൊണ്ട് കുറേ ചോളത്തിൻ്റെ തൈയൊക്കെ നശിച്ചുപോയി. പിന്നെ 1-2 ഉണ്ടായിരുന്നല്ലോ. അതിൽ ഒന്നിൽ ചോളം പിടിച്ചിട്ടുണ്ട്. അങ്ങനെ രാവിലെ തൊടിയിലേക്കെല്ലാം ഇറങ്ങി ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് പിന്നെ വീട്ടുജോലിയിലേക്ക് ഇറങ്ങുകയാണ് ചെയ്തത്. വീട്ടുജോലി രാവിലെ ചെയ്ത് തീർത്തതിന് ശേഷം ഒരു 10 മണിക്ക് ശേഷം പഠിക്കാനിരിക്കാം എന്ന ഒരു ചിന്തയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അങ്ങനെയാണ് ഇന്നത്തെ മോർണിംഗ് റുട്ടീൻ എന്ന് പറയുന്നത്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.